നമസ്കാരം. പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. ഒരു സക്സസ് സ്റ്റോറിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഫലം ചെയ്യുമെന്ന വാചകം നിങ്ങൾ പലയിടങ്ങളിലും കേട്ടിരിക്കും. എന്നാൽ ഇത് അക്ഷരാർത്ഥത്തിൽ ഫലിച്ച ഒരു ബിസിനസ് പ്രമുഖനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പുതിയ കോടീശ്വരൻ എന്ന ഖ്യാതിയാണ് ഇദ്ദേഹം തൻ്റെ 80-ാം വയസ്സിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ മധ്യരാജാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ലളിത് ഖൈതാനെ പറ്റിയാണ്. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റാഡിക്കോ ഖൈതാൻ്റെ ചെയർമാനാണ് ഈ 80 വയസ്സുകാരൻ. 8 PM വിസ്കി, ഓൾഡ് അഡ്മിറൽ ബ്രാൻഡി, മാജിക് മൊമെൻറ്റ്സ് വോഡ്ക, റാംപൂർ സിംഗ് ബാൾട്ട് എന്നിങ്ങനെ ഇന്ത്യൻ ഉപയോക്താക്കളുടെ മനമറിഞ്ഞ മികച്ച പോർട്ട്ഫോളിയോ കമ്പനിക്കുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം റാഡിക്കോ ഖൈതാൻ്റെ വരുമാനം $380 മില്യൺ, അതായത് ഏകദേശം 3200 കോടി രൂപ. ഇന്ത്യൻ ഓഹരി വിപണികളിൽ ട്രേഡ് ചെയ്യുന്ന ഈ കമ്പനിയുടെ ഓഹരി കഴിഞ്ഞ വർഷം ഏകദേശം 50% ഉയർന്നു. വിൽപ്പന വർദ്ധിപ്പിച്ചതും ഹാപ്പിനെസ് ഇൻ എ ബോട്ടിൽ ജിൻ പോലുള്ള പുതിയ ഉൽപ്പന്നങ്ങളുടെ സമാരംഭവും ഈ കുതിപ്പിന് വഴിവെച്ചു. ഓഹരി വിപണിയിലെ ഈ കുതിപ്പ് കമ്പനിയുടെ 40% ഓഹരികൾ കൈവശം വച്ചിരിക്കുന്ന ലളിത് ഖൈതാൻ്റെ ആസ്തിയും 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. നിലവിൽ റിപ്പോർട്ടുകൾ പ്രകാരം ഖൈതാൻ്റെ ആസ്തി $1.1 ബില്യൺ. 2024 ജൂലൈ 2 വരെയുള്ള കണക്ക് പ്രകാരം റാഡിക്കോ ഖൈതാൻ്റെ വിപണി മൂല്യം ഏകദേശം 23,700 കോടി രൂപയാണ്. കൊൽക്കത്ത സ്വദേശിയായ ലളിത് ഖൈതാൻ്റെ അജ്മീറിലെ മായോ കോളേജിലും കൊൽക്കത്തയിലെ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലുമാണ് പഠനം പൂർത്തീകരിച്ചത്. 1972-73 കമ്പനിക്ക് ബാധ്യതകൾ വന്നതോടെ അദ്ദേഹം സ്വയം കുടുംബ ബിസിനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. തുടർന്ന് കമ്പനി വിജയ വഴിയിലേക്ക് തിരിച്ചെത്തുന്നതാണ് ബിസിനസ് ലോകം കണ്ടത്. ഒരു ബോട്ടിലറായി ആരംഭിച്ച റാഡിക്കോ ഖൈതാൻ ഇന്നൊരു മദ്യ സാമ്രാജ്യമാണ്. 1997 ഖൈതാൻ്റെ മകൻ അഭിഷേക് കമ്പനിയിൽ ചേർന്നതോടെ കമ്പനി ഗിയർ മാറ്റി. ബ്രാൻഡഡ് പാനീയങ്ങളിലേക്ക് മാറുന്നതിന് മുമ്പ് കമ്പനി ബൾക്ക് ആൽക്കഹോൾ ഉൽപ്പാദനത്തിലേക്ക് നീങ്ങി. വിജയ് മല്യയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഡിഒജിഒയുടെ ലിസ്റ്റഡ് സ്ഥാപനമായ യുണൈറ്റഡ് സ്പിരിറ്റ്സിൽ നിന്ന് കാര്യമായ മത്സരം നേരിട്ടിരുന്ന സ്ഥാപനമായിരുന്നു റാഡിക്കോ ഖൈതാൻ. വിജയ് മല്യയുടെ വീഴ്ച റാഡിക്കോ ഖൈതാനെ പുതിയ തന്ത്രങ്ങളിലേക്ക് നയിച്ചു. ഇത് വിപണിയിൽ ഫലം കണ്ടു. ഗോവ ആസ്ഥാനമായുള്ള സ്റ്റില്ലിംഗ് സ്പിരിറ്റ്സ് ഇന്ത്യ, മക്ക സായ്റാം, തേർഡ് ഐ ഡിസ്റ്റിലറി ഹോൾഡിംഗ്സ്, സ്ട്രോഞ്ചർ ആൻഡ് സൺസ് ജിൻ എന്നിവരാണ് മറ്റ് എതിരാളികൾ. മികച്ച പോർട്ട്ഫോളിയോ വഴി കൃത്യമായ ഇടവേളകളിൽ വിപണി വീതം വർദ്ധിപ്പിക്കാൻ റാഡിക്കോ ഖൈതാന് സാധിച്ചു. ഇന്ന് റാഡിക്കോ ഖൈതാൻ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ഏറ്റവും വലിയ നിർമ്മാതാക്കളാണ്. ലോകമെമ്പാടും 85-ലധികം രാജ്യങ്ങളിലേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. 80-ാം വയസ്സിൽ ഇന്ത്യൻ ശതകോടീശ്വര പട്ടികയിൽ തിളങ്ങാൻ ലളിതിന് സാധിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.